ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഇന്ന് കുറച്ച് കുംസിൻ്റെ ഓർഡർ ഉണ്ടായിന്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുംസ് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു കുംസിനും വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ചെറിയൊരു യെല്ലോ കളറിന് വേണ്ടിയിട്ട് കുറച്ച് യെല്ലോ ഫുഡ് കളറും ചേർത്ത് കൊടുക്കുന്നതുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല മുട്ടയെല്ലാം നല്ല പതഞ്ഞ് വരണം. അപ്പോൾ ഞാനിത് ഹൈ സ്പീഡിൽ തന്നെ ഇട്ടിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കുന്നത്. മുട്ട ചെറുതായിട്ട് പതഞ്ഞ് വരാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്ത് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം രണ്ടാമത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ പഞ്ചസാര എല്ലാം ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ബീറ്റ് ചെയ്ത് വരുന്നുണ്ട്. പഞ്ചസാര ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇത് നല്ല പൊങ്ങി വരുന്നത് വരെ ഈ കളറ് ചേഞ്ച് ആകുന്ന വരെ ഇത് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതും കുറച്ചായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഫസ്റ്റിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ സ്പാച്ചുല വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. പിന്നെ വാനില എസൻസ് ചേർക്കുന്നില്ലെങ്കിൽ 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. മൈദ ഇട്ടതിന് ശേഷം നല്ലോണം ബീറ്റ് ചെയ്തെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് അതൊന്ന് മിക്സായി കിട്ടിയാൽ മതി. അപ്പോൾ അത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഓഫ് ചെയ്യാം. അപ്പോൾ ഞാനിത് 3 ലിറ്ററിൻ്റെ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. കുക്കർ ചൂടായിരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മെൽട്ടായി വന്നാൽ അതൊന്ന് ഫുള്ളായിട്ട് ഇതുപോലെ ബ്രഷ് കൊണ്ട് ഒന്ന് ഫുള്ളായിട്ട് മുകളിലോളം വരെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കുംസ് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ സൈഡ് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുകളിലോളം നെയ്യ് തടവി കൊടുക്കുന്നത്. ഇതിലേക്ക് കുംസിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇപ്പം മീഡിയം ഫ്ലെയിമിലാണ് ഉള്ളത്. ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കണം. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് കൊടുത്തതിന് ശേഷമാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇനി കുക്കർ മൂടി ഇത് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് ഇതിൻ്റെ വെയിറ്റ് ഇടാതെ വേണം ബേക്ക് ചെയ്തെടുക്കാൻ. 20 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കണം. അപ്പോൾ ഇത് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തുറന്ന് നോക്കാം. അപ്പോൾ ഇത് സ്റ്റിക്ക് കൊണ്ടോ അല്ലെങ്കിൽ നൈഫ് കൊണ്ടോ ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെന്തില്ലെങ്കിൽ ആ സ്റ്റിക്കിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. ഇതിപ്പോൾ സൈഡിൽ നിന്നെല്ലാം നല്ല ഇളകി വന്നിട്ടുണ്ട്. ഞാനിത് ചൂടോടെ തന്നെ ഇത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് 6 കുംസ് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ 2 കുക്കറിലായിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയത്. രാവിലെ 9 മണിക്ക് 9:30ക്ക് കൊടുക്കേണ്ട ഓർഡർ ആയിരുന്നു. അപ്പോൾ 2 കുക്കറിലാക്കി ഒരു 6 മണിക്ക് തുടങ്ങി 9:15 ആകുമ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ടായിന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. പുതിയൊരു റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.